5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ മാൾവയിലെ ഉജ്ജയിനി സാമ്രാജ്യ ചക്രവർത്തിയായിരുന്നു മഹാനായ സമുദ്രഗുപ്തൻ. അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു, ഓരോ ജാതിയിൽ നിന്നും ഒരാൾ. അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായിരുന്നു ഭർതൃഹരി. പൗരാണിക ഭാരതത്തിലെ സാഹിത്യത്തിന്റെയും തത്വചിന്തയുടെയും മേഖലകളിൽ വേറിട്ടു നിൽക്കുന്ന ഒരു നാമമാണ് വിശ്വപ്രസിദ്ധനായ വിക്രമാദിത്യ രാജാവിന്റെ ജ്യേഷ്ഠൻ കൂടിയായ ഭർതൃഹരിയുടേത്. ലൗകിക ജീവിതത്തിൽ നിന്നും ഒരു സന്യാസ ജീവിതം നയിക്കാനും ആത്മീയമായി ഉയർന്ന അർത്ഥങ്ങൾ കണ്ടെത്താനും അദ്ദേഹം തീരുമാനിച്ചു. മരണം വരെ അദ്ദേഹം ഉജ്ജയിനിയിൽ ഒരു യോഗിയായി ജീവിച്ചു. അദ്ദേഹം ആദ്യം വിവാഹം കഴിക്കുകയും ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് രാജകീയ സുഖങ്ങളോടെ കുറച്ചുകാലം കഴിയുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു യോഗീശ്വരൻ ഭർതൃഹരിയുടെ അന്തഃപുരത്തിൽ വന്നു. ഭർതൃഹരി അദ്ദേഹത്തെ യഥോചിതം സൽക്കരിച്ചിരുത്തുകയും കുശലപ്രശ്നങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന് വേണ്ടുന്നതെല്ലാം കൊടുക്കുകയും ചെയ്തു. തിരിച്ചു പോകുന്നതിന് മുൻപായി ആ യോഗി ഒരു മാമ്പഴം ഭർതൃഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട്, "ഈ മാമ്പഴം തിന്നാൽ ജരാനരകൾ കൂടാതെ എന്നും ജീവിച്ചിരിക്കും" എന്നു പറഞ്ഞതിനു ശേഷം അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു. ആ യോഗി പോയതിനു ശേഷം ഭർതൃഹരി ആ മാമ്പഴവുമായി ഭാര്യയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് മനസ്സിലാലോചിച്ചു. ഇത് തന്റെ പ്രിയതമയായ ഭാര്യയ്ക്ക് കൊടുക്കാം. സുന്ദരിയും സുശീലയും സദ്ഗുണസമ്പന്നയുമായ അവൾ കുറച്ചുകാലം കഴിയുമ്പോൾ വാർദ്ധക്യനിമിത്തം ജരാനരകളാൽ ബാധിതയായി മരിച്ചു പോകുമല്ലോ. അവൾ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? അതിനാൽ ഈ മാമ്പഴം അവൾക്ക് കൊടുക്കണം. അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ. ഭർതൃഹരി ആ ദിവ്യമാമ്പഴം കയ്യിൽ പിടിച്ചുകൊണ്ട് ഭാര്യയുടെ അടുത്തെത്തി. അവൾ തന്റെ പ്രിയതമനെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട്, "ഇന്നെന്താണ് അവിടുത്തെ മുഖത്തൊരു പ്രത്യേക തിളക്കം കാണുന്നു? എന്തെങ്കിലും സന്തോഷവാർത്തയാണോ?" ഭർതൃഹരി: "ശരിയാണ്, ഇന്നൊരു യോഗീശ്വരൻ വന്നിരുന്നു. അദ്ദേഹം എനിക്കൊരു അത്യപൂർവമായ വരദാനം തന്നു." ഭാര്യ അത്ഭുതത്തോടെ ഭർത്താവിന്റെ കയ്യിലെ മാമ്പഴത്തെ നോക്കി. ഭാര്യ: "ഇത്ര സാധാരണമായ ഒരു മാമ്പഴം തന്നെയോ? എന്നാൽ ഇത്രയധികം വിലപ്പെട്ടതായി അവിടത്തേക്ക് തോന്നുന്നത് എന്തുകൊണ്ട്?" ഭർതൃഹരി: "ഇത് സാധാരണമായ ഒരു പഴമല്ല. ഇതാരെങ്കിലും കഴിച്ചാൽ ജരാനരകളില്ലാതെ എന്നും ജീവിച്ചിരിക്കും." ഭാര്യ അവിശ്വസിക്കുന്ന പോലെ തലതിരിച്ച്, "എന്നും ജീവിച്ചിരിക്കും" എന്ന് വിസ്മയത്തോടെ ആവർത്തിച്ചു. ഭർതൃഹരി സ്നേഹത്തോടെ ഭാര്യയുടെ കൈപിടിച്ച്, "അതെ, ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ തന്നെയാണോ കഴിക്കേണ്ടതെന്ന്. പക്ഷെ നീയാണെന്റെ എല്ലാം. നിന്റെ വാർദ്ധക്യം, നിന്റെ നഷ്ടം എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഈ ദിവ്യമാമ്പഴം നിനക്കാണ് തരേണ്ടത്. നീ എന്നും ജീവിച്ചിരിക്കണം." ഭാര്യ കണ്ണുനീരോടെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. അവൾ മൃദുവായി, "അങ്ങു തന്നെയാണ് എന്റെ ജീവൻ. നിന്റെ സ്നേഹമാണ് എനിക്കുള്ള ഏറ്റവും വലിയ വരദാനം. എങ്കിലും അങ്ങ് ഇങ്ങനെ വിചാരിച്ചത് എന്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു." ഭർതൃഹരി മാമ്പഴം ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് അതിന്റെ മഹിമയും പ്രാധാന്യവും വിശദമായി പറഞ്ഞു മനസ്സിലാക്കി. "ഇതൊരു ദിവ്യമായ മാമ്പഴമായതിനാൽ ഞാൻ കുളിച്ചു ശുദ്ധിയോടെ വന്ന് പിന്നീട് കഴിച്ചോളാം" എന്നവൾ പറഞ്ഞു. ഭർതൃഹരി അത് സമ്മതിച്ച് അവളെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തതിനു ശേഷം സന്തോഷത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ശേഷം കൊട്ടാരവളപ്പിൽ തന്നെയുള്ളൊരു കുളത്തിൽ കുളിച്ചു കയറി വന്ന അവൾ കയ്യിൽ കിട്ടിയ ദിവ്യമാമ്പഴത്തിലേക്ക് നോക്കി. നിമിഷങ്ങൾക്കകം അവളുടെ മനസ്സിൽ വേറൊരു ചിന്ത കടന്നുവന്നു. മുഖത്ത് വശ്യമായൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ വിശ്വസ്തയായ ഒരു ദാസിയെ അടുത്ത് വിളിച്ച് പതുക്കെ പറഞ്ഞു, "നമ്മുടെ കുതിരക്കാരനെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുവരണം, ആരും അറിയാതെ." ദാസി തലകുനിച്ച് സമ്മതം പറഞ്ഞവിടെ നിന്ന് പോയി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അന്തഃപുരത്തിൽ രഹസ്യമായി കുതിരക്കാരൻ കയറി വന്നു. കുതിരക്കാരൻ: "ദേവി, ഇങ്ങനെ രഹസ്യമായി വിളിച്ചതെന്തിനാണ്? തമ്പുരാൻ അറിഞ്ഞാൽ?" പെട്ടെന്ന് അവൾ കൈകൾ കൊണ്ട് സ്നേഹത്തോടെ അവന്റെ വായടച്ചു പിടിച്ചു പറഞ്ഞു, "മഹാരാജാവിന് അറിയേണ്ട കാര്യമല്ലിത്. നിന്നോടാണ് എനിക്ക് ജീവൻ. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇന്നൊരു ആശ്ചര്യവസ്തു എന്റെ കയ്യിലെത്തിയിരിക്കുന്നു." അവൾ മാമ്പഴം കയ്യിലെടുത്ത് അവന്റെ കണ്ണിനു മുന്നിൽ കാണിച്ചിട്ട്, "ഇത് സാധാരണമായ പഴമല്ല. ഇത് കഴിക്കുന്നവർ എന്നും ജീവിച്ചിരിക്കും, വാർദ്ധക്യമില്ലാതെ. ഭർത്താവ് എനിക്ക് തന്നതാണിത്. പക്ഷെ ഞാൻ വിചാരിച്ചത് നീയായിരിക്കണമെന്നും ജീവിക്കേണ്ടത്." കുതിരക്കാരന്റെ കണ്ണുകൾ അത്ഭുതത്തിലും ആനന്ദത്തിലും തെളിഞ്ഞു. കുതിരക്കാരൻ: "ദേവി, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ചില്ല. നീയാണ് എന്റെ ലോകം. എന്നാൽ ഭർത്താവിനെ വഞ്ചിച്ചിതെല്ലാം." രാജ്ഞിയൊന്ന് ചിരിച്ചിട്ട്, "ഭർത്താവ് എനിക്ക് ഭാരമായ ബന്ധം മാത്രം. നീയാണ് എന്റെ പ്രാണൻ. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല." അവൾ മാമ്പഴം അവന്റെ കയ്യിൽ കൊടുത്തു. സന്തോഷത്തോടെ ആ മാമ്പഴം കയ്യിൽ മേടിച്ചുകൊണ്ട് കുതിരക്കാരൻ: "ദേവി, ഞാൻ എന്നും നിന്റേതായിരിക്കും. നീ തന്ന ദിവ്യഫലത്തിന്റെ മഹിമയിൽ എന്റെ ജീവൻ കൂടി നിനക്കായി അർപ്പിച്ചിരിക്കുന്നു." ശേഷം അവിടെ അവരുടെ രഹസ്യസ്നേഹത്തിന്റെ തീ കൂടി തെളിഞ്ഞു. കുതിരക്കാരൻ: "ഇതൊരു ദിവ്യമായ മാമ്പഴമായതിനാൽ എന്റെ ഗൃഹത്തിൽ ചെന്ന് കുളിച്ചു ശുദ്ധിയോടെ കൂടി ഞാൻ ഇത് കഴിച്ചോളാം" എന്ന് പറഞ്ഞവൻ അവിടെ നിന്നും യാത്രയായി. കുതിരക്കാരൻ കയ്യിൽ മാമ്പഴം പിടിച്ചുകൊണ്ട് അന്തഃപുരത്തിലൂടെ പതുക്കെ നടന്ന് ജോലിക്കാർ താമസിക്കുന്ന ഇടത്തേക്ക് നടന്നു. അവിടെ അവന്റെ ഭാര്യ
ഭർതൃഹരിയുടെ അരമനയിൽ അടിച്ചുതള്ളിക്കാരെത്തിയായ സ്ത്രീ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. സ്ത്രീ തല ഉയർത്തി ഭർത്താവിനെ നോക്കി ചിരിച്ചുകൊണ്ട്, ഇതെന്താണ്? കുതിരക്കാരൻ, ഈ മാമ്പഴം എനിക്ക് സമ്മാനമായി രാജ്ഞി തന്നതാണ്. ആരെങ്കിലും ഇത് കഴിച്ചാൽ ജരാനരകൾ കൂടാതെ എന്നും ജീവിച്ചിരിക്കുമെന്നതാണ് ഇതിന്റെ മഹിമ. അവൾ അത്ഭുതത്തോടെ നോക്കി. അവൾ വിശ്വാസമില്ലാതെ പോലെ, എന്നും ജീവിച്ചിരിക്കുമോ? അതെങ്ങനെയാകാം? കുതിരക്കാരൻ സ്നേഹത്തോടെ അവളുടെ കൈപിടിച്ച്, അതേ പ്രിയേ, ഞാൻ വിചാരിച്ചു നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതിനാൽ ഈ ദിവ്യഫലം ഞാൻ നിനക്കാണ് തരുന്നത്. നീ എന്നും ജീവിക്കണം എന്നു പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലുണ്ടായിരുന്ന മാമ്പഴം ഭാര്യയ്ക്കു കൊടുത്തു. ഭാര്യ, നിന്റെ സ്നേഹത്തിന്റെ അടയാളമായി ഞാൻ ഇത് സ്വീകരിക്കുന്നു. ശേഷം കുതിരക്കാരൻ പോകാൻ തിടുക്കമുണ്ട് എന്ന് സ്നേഹത്തോടെ പറഞ്ഞവിടെ നിന്നുപോയി. യുവതി ആ മാമ്പഴവുമായി സ്വഗൃഹത്തിലേക്ക് നടന്നു. അപ്പോൾ ഭർതൃഹരി പുറത്തെവിടെയോ പോയി തിരിച്ചു വരികയായിരുന്നു. മാർഗമധ്യേ ആ സ്ത്രീ ആ മാമ്പഴം കൊണ്ടുപോകുന്നത് കണ്ടു. യുവതിയുടെ കയ്യിൽ ആ മാമ്പഴം കണ്ടപ്പോൾ അത് തനിക്ക് യോഗ്യ തരുകയും താൻ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവളോട്, നിനക്ക് ഈ മാമ്പഴം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. ഇതെനിക്കെന്റെ ഭർത്താവ് തന്നതാണ്. അദ്ദേഹം പിന്നെ ഒന്നും ചോദിച്ചില്ല. അവളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ട് ശേഷം അന്തഃപുരത്തിലെത്തി കുതിരക്കാരനെ അവിടെ വരുത്തി, ആ മാമ്പഴം നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ അവൻ ചില വ്യാജങ്ങൾ പറഞ്ഞെങ്കിലും ഒടുവിൽ ഭർതൃഹരിയുടെ നിർബന്ധവും ഭീഷണിയും കൊണ്ട് വാസ്തവം തന്നെ അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വളരെയധികം വ്യസനമുണ്ടായി. കഷ്ടം, ഞാൻ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് ഈ കുലടയെയാണല്ലോ. കഷ്ടം, ഇവൾക്ക് വിരൂപനും തന്റെ ഭൃത്യനുമായ ഈ നീചനിലാണല്ലോ അഭിനിവേശമുണ്ടായത്. ആശ്ചര്യം തന്നെ. എന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹം കുതിരക്കാരനെ പറഞ്ഞയച്ചിട്ട് ശയനമുറിയിൽ പോയി ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നു. അപ്പോൾ തിരികെ പോകുന്ന വഴി കുതിരക്കാരൻ രാജ്ഞിയുടെ വിശ്വസ്തയായ ദാസിയെ കണ്ട് ഈ ഉണ്ടായ സംഗതികളെല്ലാം അവളെ ധരിപ്പിച്ചു. ദാസി ഉടനെ തന്നെ ഭർതൃഹരിയുടെ ഭാര്യയെ രഹസ്യമായി കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു. തന്റെ രഹസ്യങ്ങളെല്ലാം ഭർത്താവ് അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വളരെ വ്യസനവും ഭയവും ഉണ്ടായി. ഇതു നിമിത്തം തന്റെ ജാരന് കഠിന ശിക്ഷയും തനിക്ക് ദുർകീർത്തിയും ഉണ്ടാകും. ഇത് രണ്ടും ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഭർത്താവിന്റെ കഥ ഉടനെ കഴിക്കണമെന്നവൾ നിശ്ചയിച്ചു. ഉടനെ തന്നെ അവൾ വിഷം ചേർത്തൊരു പലഹാരം തയ്യാറാക്കി ഭർതൃഹരിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഭക്ഷണം തയ്യാറാക്കാൻ കുറച്ച് താമസമുണ്ട്, വയറ് കായാതിരിക്കട്ടെ, ഇതു തിന്നോളൂ എന്നു പറഞ്ഞ ആ പലഹാരം ഭർതൃഹരിയുടെ കയ്യിൽ കൊടുത്തു. ഭർതൃഹരി പലഹാരം കയ്യിൽ വാങ്ങിക്കൊണ്ട്, ഇവളെന്നെ കൊല്ലാനായി വിഷം കൂട്ടിയുണ്ടാക്കിയതായിരിക്കണം, ഇനി അവളുടെ സഹവാസം ഉപേക്ഷിക്കുക തന്നെയാണ് നല്ലത്, സംശയമില്ല എന്നിങ്ങനെ മനസ്സിൽ വ്യസനത്തോടെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. ഭർതൃഹരി അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അന്തഃപുരത്തിന് തീപിടിക്കുകയും സർവസ്വവും ഭസ്മാവശേഷമായി തീരുകയും ചെയ്തു. അനന്തരം ഭർതൃഹരി സന്യാസവൃത്തിയോടുകൂടി ശിഷ്ടകാലം ജീവിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഹൈപ്പും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി